സ്വാഗതം. കണിക്കൊന്നയാണ്. ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. ഗോൾഡൻ ഷവർ എന്ന് പറയും. കൂടാതെ പല ഭാഷകളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. തായ്ലൻഡിൻ്റെ ദേശീയ വൃക്ഷമാണ്, ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന. ഹിന്ദുക്കളുടെ പ്രധാന ഉത്സവമായ വിഷുവിന് ഒക്കെ കണി കാണാനായിട്ട് കണിക്കൊന്ന വയ്ക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ കണിക്കൊന്ന എന്ന് പേര് വന്നത് തന്നെ അതുകൊണ്ടാണല്ലോ. കണിക്കൊന്ന പൂത്തു കഴിഞ്ഞാൽ കിങ്ങിണി പോലുള്ള പൂക്കൾ കാണാൻ അതിമനോഹരമാണ്. കണ്ടില്ലേ, എന്ത് മനോഹരമാണ്. നമ്മൾ നോക്കി നിന്നു പോകും. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട കൊച്ചു വൃക്ഷമാണ്. വേനൽക്കാലത്താണ് ഇത് കുലകുത്തി പൂക്കുന്നത്. സ്വർണ്ണപ്പൂക്കൾ എന്ന് തന്നെ പറയാമല്ലേ. അതാണ് ഗോൾഡൻ ഷവർ. സ്വർണ്ണമഴ പെയ്യുന്നത് പോലെ ഉള്ള ഒരു ചെടിയാണ്. കൂടാതെ ഔഷധ സസ്യം കൂടിയാണ്. ഇത് പല വിധത്തിൽ ഉപയോഗിക്കുന്നു. ആയുർവേദത്തിലും മറ്റും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കൂടാതെ ഐതിഹ്യമുണ്ട്. ശ്രീരാമൻ ഒളിയമ്പ് എയ്ത് ബാലിയെ കൊന്നില്ലേ, അതൊരു മരത്തിൻ്റെ മറവിൽ നിന്നായിരുന്നു. അതൊന്ന്. പിന്നെ ഇതിനെപ്പറ്റി കഥകളുണ്ട് കേട്ടോ. ഒരു ചെറിയ കുട്ടി കൃഷ്ണഭക്തനായിരുന്നു. എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ കൃഷ്ണൻ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ അരഞ്ഞാണം ഈ കുട്ടിക്ക് സമ്മാനിച്ചു. കുട്ടി അതും കൊണ്ട് വീട്ടിൽ ചെന്നു. പക്ഷേ അടുത്ത ദിവസം പൂജാരി വന്നു നോക്കിയപ്പോൾ ഭഗവാന്റെ സ്വർണ്ണ അരഞ്ഞാണം കാണുന്നില്ല. ഉടനെ തന്നെ ഇത് ഈ കുട്ടിയുടെ കൈവശം കുട്ടി മോഷ്ടിച്ചതാണെന്ന് പറയുകയും കുട്ടിയുടെ അമ്മ കുട്ടിയെ അടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അത് പിടിച്ചു വലിച്ച്, നീ ഇത് ഭഗവാന്റെ ഇത് മോഷ്ടമാണല്ലേ എന്ന് പറഞ്ഞ് ഈ അരഞ്ഞാണം എടുത്ത് വലിച്ചെറിയുമ്പോൾ ഒരു മരത്തിൽ ചെന്ന് വീഴും. അപ്പോഴാണ് ഈ കൊന്ന പൂത്ത് വന്നത്. മാല പോലെ ഇങ്ങനെ കിങ്ങിണി പോലെ നിറയെ പൂക്കളുണ്ടായി കൊന്നപ്പൂ ഉണ്ടായതെന്നാണ് പറയുന്നത്. അതൊരു കഥ. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ചർമ്മരോഗങ്ങൾക്കും ചുമ, ചുണങ്ങ്, മലബന്ധം, പനി, രക്തശുദ്ധീകരണം എന്നിവയ്ക്കും കണിക്കൊന്ന ഉപയോഗിക്കാറുണ്ട്. തളിരില അരച്ച് പുരട്ടുന്നത് ചുണങ്ങ് മാറുന്നതിന് നല്ലതാണ്. കണിക്കൊന്ന പൂവ് ഉണക്കി പൊടിച്ച് പാലിൽ കലക്കി കഴിക്കുന്നത് ശരീരശക്തി വർദ്ധിപ്പിക്കും. തളിരില തോരൻ വെച്ച് കഴിക്കാറുണ്ട്. തൊലി കഷായം വെച്ച് കുടിക്കുന്നത് രക്തം ശുദ്ധീകരിക്കും. ഇലകൾ കഷായം വെച്ച് കഴിക്കുന്നത് പനി, ചുമ എന്നിവയ്ക്ക് ഫലപ്രദമാണ്. വേര് കഷായം വെച്ച് കുടിക്കുന്നത് മൂത്രതടസ്സം ഇല്ലാതാക്കും. ചെറുനാരങ്ങ നീരും വേരും അല്പം കർപ്പൂരവും ചേർത്ത് ശരീരത്തിൽ പുരട്ടുന്നത് ത്വക്ക് രോഗങ്ങൾ മാറുന്നതിന് നല്ലത്. പ്രമേഹത്തെ നിയന്ത്രിക്കും. വയറ്റിലെ കൃമികളെ നശിപ്പിക്കും. വ്രണങ്ങളെ ഉണക്കും. ചൊറിച്ചിൽ ഇല്ലാതാവും. പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുറിവൊക്കെ ഉണക്കി കഴുകുന്നത് ശുദ്ധിയാക്കുന്നതിനും പെട്ടെന്ന് ഉണങ്ങുന്നതിനും സഹായിക്കുന്നു. വാതരോഗത്തിനും ഇതുപയോഗിക്കുന്നു. പട്ട, ഇല, നല്ലെണ്ണ ഇതൊക്കെ ചേർത്ത് അരച്ച് പുറമേ പുരട്ടുന്നു. പുഴുക്കടിക്ക് നല്ലത്. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ മാറുന്നു. ഇതിൻ്റെ തളിരില തോരൻ വെച്ച് കൊടുക്കുന്നത് ബന്ധം മാറ്റുന്നു. ഇങ്ങനെയൊക്കെ ധാരാളം ഉപയോഗങ്ങളുള്ള ഒന്നാണ് കണിക്കൊന്ന. നമ്മളെല്ലാവരും
ഒരു കണിക്കൊന്ന വെച്ച് പിടിപ്പിക്കുക. അലങ്കാര വൃക്ഷമായിട്ട് നമുക്കതിനെ വളർത്താം. അതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത് ജനുവരി തുടങ്ങിയൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഒക്ടോബറിലുണ്ടാവും. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, വിഷുവിനൊക്കെ ഇതുണ്ടാവും. ഇപ്പോൾ സമയം തെറ്റിയൊക്കെ പൂത്തു വരാറുണ്ട്. പക്ഷെ വേനൽക്കാലത്താണ് ഇതധികം പൂക്കളൊക്കെ ഉണ്ടാവുന്നത്. എല്ലാവർക്കും ഇത് വച്ച് പിടിപ്പിക്കാം. അധികം ഒരു ഇടത്തരം വൃക്ഷമാണ്. പൂക്കളൊക്കെ കണ്ടാൽ നമുക്ക് വലിയ അതിൻ്റെ പ്രത്യേകതയാണ്. ഒരു പച്ച മഞ്ഞ കലർന്ന പോലത്തെ പൂവാണ് ചിലതെല്ലാം. ഇളം പൂക്കളൊക്കെ പിന്നെ അത് മൂത്തൊക്കെ വരുമ്പോൾ ഒരു നല്ല മഞ്ഞയാകും, ഗോൾഡൻ കളറാകും. ഇതിൻ്റെ കായ ഈ പയറിൻ്റെ കായ പോലെയൊക്കെ ഇരിക്കും. നീണ്ട് പച്ച നിറത്തിലൊക്കെയാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞത് മൂത്ത് വരുമ്പോഴേക്കും അത് വയലറ്റ് കളർ വരും, കറുത്ത് വരും. അതിൻ്റെ ഉള്ളിൽ വിത്തുകളുണ്ടാകും. ഈ വിത്തുകളിൽ നിന്നാണ് ഈ ചെടികൾ വളർന്നു വരുന്നത്. ധാരാളം ഇല പൊഴിയും. ഈ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇല പൊഴിഞ്ഞിട്ട് പൂക്കൾ മാത്രം, നമുക്ക് ഒറ്റ ഇലയില്ലാണ്ട് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പല ഭാഷകളിലും പല പോലെയാണ് പറയുന്നത്. സംസ്കൃതത്തിലും എല്ലാ ഇതിലും പല ഭാഷകളാണ്. കർണികാരം എന്ന പേര് കൂടിയുണ്ട്. ഈ കണിക്കൊന്നയെക്കുറിച്ച് ധാരാളം പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും വർണ്ണിക്കാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പല പാട്ടുകളും. അത്രയ്ക്ക് നല്ല മനോഹരമായ ഒരു പൂവാണ് കണിക്കൊന്ന. നമുക്കും കണിക്കൊന്നയെ ഇഷ്ടപ്പെടാം. ദേശീയ വൃക്ഷമാണല്ലോ. ഔദ്യോഗിക വൃക്ഷം മാത്രമല്ല. നിങ്ങൾ കണിക്കൊന്നയെ ഇഷ്ടപ്പെടുക. പ്രകൃതിയിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. കണിക്കൊന്നയും ഔഷധമാണെന്ന് അറിയാത്തവരുണ്ട്. അതുകൊണ്ട് വെറുതെ പൂവ് മാത്രം കാണാൻ, കണി കാണാൻ മാത്രമായിട്ടുള്ളതാണെന്നൊക്കെ വിചാരിക്കുന്നവരും ഉണ്ട്. പക്ഷെ കണി കാണാൻ മാത്രമല്ല, ഇത് കാണാൻ എല്ലാം കൊണ്ടും നിങ്ങൾ ഇഷ്ടപ്പെടുക. കണിക്കൊന്നയെ ഇഷ്ടപ്പെടുക. എല്ലാ പ്രകൃതിയിലുള്ള എല്ലാ ചെടികളെയും ഇഷ്ടപ്പെടുക. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും വച്ച് പിടിപ്പിക്കുക. ഔഷധ സസ്യമാണെന്നറിയുക. പ്രകൃതിയിലുള്ള മിക്ക ചെടികളും ഔഷധ ഗുണമുള്ളതാണ്. അത് നമുക്ക് അറിയാണ്ട് പോയതാണ്. പലതും നമുക്കറിവില്ല. ഔഷധം എന്താണെന്നൊന്നും അറിയണമെന്നൊന്നും നമുക്കില്ലല്ലോ. നമ്മൾ പൂ കാണും, ആസ്വദിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ പ്രപഞ്ചത്തിലുള്ള മിക്ക സസ്യങ്ങളും ഔഷധ ഗുണങ്ങളാണ്. കുട്ടികയോടെ